വിശദാംശങ്ങളിലേക്ക് വെള്ളാപ്പള്ളി നടേശന്റെ CPI വിമർശനത്തെ തള്ളിയും എന്നാൽ വെള്ളാപ്പള്ളിയുടെ മറ്റു നിലപാടുകളെ ന്യായീകരിച്ചും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ CPIക്കെതിരായ ചതിയൻ ചന്തു പരാമർശമാണ് തള്ളിയത്. CPMന് അങ്ങനെ ഒരു അഭിപ്രായമില്ലെന്നും മറ്റാരെങ്കിലും പറഞ്ഞതിൽ ഉത്തരവാദിത്തമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളീയ സമൂഹത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്ന മതനിരപേക്ഷ നിലപാടിനെയാണ് CPM പിന്തുണയ്ക്കുന്നതെന്നും CPMന്റെ വെള്ളാപ്പള്ളി അനുഭാവത്തിന് ഇക്കാര്യം ന്യായീകരണമായി അദ്ദേഹം പറഞ്ഞു. പാർട്ടി കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചതിനും മുഖ്യമന്ത്രി ശൈലി മാറ്റാതെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചതിനുമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ CPIക്കെതിരെ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചത്. ചതിയൻ ചന്തുമാരാണ് CPI എന്നാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശം. അതായത് 10 വർഷം 9.5 വർഷം കൂടെ നിന്ന് എല്ലാം നേടിയിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി തള്ളിപ്പറയുന്നതിനെന്ന ചോദ്യമാണ് വെള്ളാപ്പള്ളി ഉന്നയിച്ചത്. അതിന് മറുപടി എന്ന നിലയിലാണ് ഇന്നലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്ത് വന്നത്. വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തുകയും അതിനുശേഷം മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ പോയതുമൊക്കെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായെന്ന് CPI വിമർശനം ഉയർന്നിരുന്നു. അതുകൂടി കണക്കിലെടുത്തായിരുന്നു വെള്ളാപ്പള്ളിയുടെ CPI വിമർശനം. എന്നാൽ അത് തങ്ങളുടെ നിലപാടല്ല. CPI വിമർശിച്ച വെള്ളാപ്പള്ളിയുടെ നിലപാടിനോട് യോജിക്കുന്നില്ല എന്ന മറുപടിയുമായാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നത്. നിലപാട് അന്വേഷിച്ച് നോക്കുന്ന നിലപാടല്ലല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. CPIയും ഞങ്ങളും തമ്മിലാണ് ഏറ്റവും നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന രീതിയിലുള്ള ഐക്യം. ആ ഐക്യം തുടർന്ന് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളല്ലല്ലോ, അത് ഉത്തരം പറയേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ തന്നെ ചോദിക്കാതെ ഉത്തരം പറയുക. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവന, ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ CPM തള്ളിപ്പറയുന്നില്ല, വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുന്നില്ല എന്ന ആക്ഷേപം ശക്തമായിരുന്നു. അതിനിടയിലാണ് വെള്ളാപ്പള്ളിയുടെ മതേതര നിലപാടുകൾക്ക് മാത്രമാണ് തങ്ങളുടെ പിന്തുണ എന്ന നിലപാട് വ്യക്തമാക്കി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള നമ്മുടെ നാടിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ നിലപാടുകളോട് സമീപനങ്ങളോട് CPIMന് എല്ലാ കാലത്തും യോജിപ്പാണ്. ആ യോജിപ്പ് ഇപ്പോഴും തുടരും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ അദ്ദേഹം എടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും CPIM ഏറ്റെടുക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ. വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും മുഖ്യമന്ത്രി പിണറായി വിജയനോടും CPMനോടും കാട്ടുന്ന അമിത താൽപര്യവും തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ അകറ്റിയെന്ന വിമർശനം CPMന്റെ നേതൃയോഗങ്ങളിലും ഉയർന്നു വന്നിരുന്നു. CPI കുറെ കൂടി ശക്തമായി വെള്ളാപ്പള്ളി ഈ തോൽവിക്ക് പ്രധാന കാരണമായി മാറിയെന്ന് തന്നെ വിമർശിച്ചു. ഏതായാലും അങ്ങനെയുള്ള വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും തള്ളിപ്പറയാൻ ഇതുവരെ CPM തയ്യാറായിട്ടില്ല. പക്ഷേ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് യോജിപ്പില്ല, മതേതര നിലപാടുകൊണ്ട് മാത്രമാണ് യോജിപ്പെന്നൊരു പരാമർശത്തിലൂടെ വെള്ളാപ്പള്ളി ആ കാര്യത്തിൽ CPM തള്ളിപ്പറയുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞിട്ടില്ല എന്ന നിലപാടാണ് ആവർത്തിച്ചത്. പൂർണ്ണമായും വെള്ളാപ്പള്ളി തള്ളിക്കളയാൻ മുഖ്യമന്ത്രിയും ഇതുവരെ തയ്യാറായിട്ടില്ല. ശബരിമലയിൽ കൂടുതൽ സ്വർണ്ണക്കൊള്ള, പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണ്ണപ്പാളി കൊള്ളയടിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ശ്രീകോവിലിന്റെ കട്ടളയിൽ സ്ഥാപിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത ചെമ്പുപാളികളിലും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത പാളികളിലും കട്ടളയിലെ മുകൾപ്പടിയിലെ പാളികളിലും പൊതിഞ്ഞിരുന്ന സ്വർണവും കവർന്നു. 7 ചെമ്പുപാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും കൈവശമുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്നും അടിച്ചു മാറ്റിയിട്ടുണ്ട്, കൊള്ള ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ SITയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരുന്നത്. ദ്വാരപാലക ശില്പത്തിലെയും ഒപ്പം കട്ടിളപ്പാളിയിലെയും സ്വർണം പൂശാൻ എന്ന തരത്തിൽ കൊണ്ടുപോവുകയും ആ സ്വർണം അടിച്ചു മാറ്റുകയും അല്ലെങ്കിൽ കൊള്ള ചെയ്യുകയും ചെയ്തു എന്നായിരുന്നു തുടക്കത്തിലുള്ള കണ്ടെത്തൽ. പക്ഷേ അത് മാത്രമല്ല, ഈ ഒരു കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ഈ ഒരു പ്രഭാമണ്ഡലത്തിൽ നിന്നുള്ള സ്വർണവും ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ കൊള്ള നടത്തിയിട്ടുണ്ടെന്ന നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ SITയുടെ അന്വേഷണത്തിൽ പുറത്തു വരുന്നത്. അതായത് ഈ കണക്കിൽപ്പെടുന്ന, അതായത് നിലവിലെ അന്വേഷണ പരിധിയിൽ വരുന്ന സ്വർണത്തിനേക്കാൾ കൂടുതൽ സ്വർണം ഇവിടെ നിന്നും കൊള്ള ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്വർണം കൊള്ള ചെയ്ത് കൊണ്ടുപോയ സ്വർണം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു, കൃത്യമായി പങ്കിട്ടെടുത്തു എന്ന തരത്തിലുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു കൊള്ള നടന്നിട്ടുള്ള ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും തിരുവനന്തപുരത്തെ VSSCയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഈ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം വരുമ്പോഴാണ് ഇതിൽ കൃത്യമായി എത്ര സ്വർണം ഇവിടെ നിന്നും കൊള്ള ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതിനൊപ്പം തന്നെ ഈ ഒരു ഗൂഢാലോചനയിൽ ഇപ്പോൾ കുറ്റപത്രത്തിലും ഒപ്പം തന്നെ കസ്റ്റഡിയിലിരിക്കുന്നതുമായിട്ടുള്ള നിരവധി പേർ പങ്കെടുത്തിട്ടുണ്ട്. അതായത് പത്മകുമാർ അടക്കമുള്ളവർ ഇതിൽ കൃത്യമായി പങ്കാളികളായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഈ ഒരു ഉന്നതരുമായുള്ള ഗൂഢാലോചന നടത്തി ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായി പങ്കാളികളായ N വാസു, പത്മകുമാർ ഒപ്പമുള്ള
എല്ലാവരും ഇതിൻ്റെ ഒരു സാമ്പത്തിക ലാഭമടക്കം നേടി എന്ന തരത്തിലുള്ള രീതിയിലേക്കുള്ള അന്വേഷണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങൾ. അതായത് ദേവസ്വം മന്ത്രിയായിരുന്ന ഈ ഒരു കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഇതിൽ കൃത്യമായി പങ്കുണ്ടെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചത്. പക്ഷേ ആ ചോദ്യം ചെയ്തതിനു ശേഷം ലഭിച്ച വിവരങ്ങൾ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിദേശ പര്യടനം അടക്കം ചർച്ച ചെയ്യും. കാരണം ഒരു വിദേശ പര്യടനം നടത്തിയിട്ടുണ്ട്. ചെന്നൈ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലവും ഒപ്പം തന്നെ അന്ന് താമസിച്ച സ്ഥലങ്ങളും ഒപ്പം ഫോൺ കോളുകളും യാത്രാ വിവരങ്ങളും എല്ലാം പരിശോധിച്ച ശേഷം ഇനി മറ്റൊരു ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ കടക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുടക്കം തൊട്ട് തന്നെയുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉന്നതരിലേക്ക് എത്രയും പെട്ടെന്ന് SIT എത്താനുള്ളൊരു സാധ്യതയുമുണ്ട്. 900-ലധികം ഗ്രാം സ്വർണം കട്ടു എന്ന് പറയുന്നതിൽ അതിനപ്പുറത്തേക്ക് എന്തൊക്കെ ഇവിടെ നിന്നും നഷ്ടമായി എന്നതും വരും ദിവസങ്ങളിലെ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുള്ളൂ. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITയെ CPM രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണവുമായി UDF. മുന്നണി കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് UDFന്റെ നീക്കം. എന്നാൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലെന്നും P. ശശിയുടെ പണിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. സ്വന്തക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ എന്തിനു പരിഭ്രാന്തിയെന്ന് വിമർശിച്ച CPM പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ അവസരമൊരുക്കിയത് ആരെന്ന് വ്യക്തമാക്കണമെന്നും ആവർത്തിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT നടത്തുന്ന അന്വേഷണത്തിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് UDF നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന വാർത്തകൾക്ക് പിന്നിൽ P. ശശി എന്ന ആരോപണമാണ് UDF കൺവീനർ അടൂർ പ്രകാശ് ഉന്നയിച്ചിരിക്കുന്നത്. എനിക്ക് യാതൊരു അറിവുമില്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. SITക്ക് മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദമാണെന്നും ഉദ്യോഗസ്ഥർ വലിയ സമ്മർദ്ദത്തിന്റെ നടുവിലൂടെയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുമായിരുന്നു AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാലിന്റെ പ്രതികരണം. അന്വേഷണത്തിന്റെ വഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇപ്പം നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. പക്ഷേ അന്വേഷണ രീതികളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ പൊതുസമൂഹത്തിനുണ്ട്. ഈ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് മാത്രമാണല്ലോ. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരാളും ഇപ്പോഴും അകത്താകില്ലായിരുന്നു, ഈ അന്വേഷണം ഉണ്ടാവില്ലായിരുന്നു, ഇത് പുറത്ത് വരില്ലായിരുന്നു. അപ്പോൾ ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ ശരിയായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോയത്. ഹൈക്കോടതി നിയമിച്ച SIT ആണെങ്കിലും ഈ SITയെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. കേരള സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പോലീസിനെ എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതിൻ്റെ പരിമിതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം SITയെ നിയോഗിച്ചത് ഹൈക്കോടതിയാണെന്നും സംസ്ഥാന സർക്കാരിന് അതിലൊരു പങ്കുമില്ല എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദന്റെ പ്രതികരണം. അതോടൊപ്പം സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരമുണ്ടാക്കിയത് ആരാണ്, എല്ലാ കാര്യങ്ങളും SIT അന്വേഷിക്കട്ടെയെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ്, അവർ തന്നെയാണ് SIT രൂപീകരിച്ചത്. അല്ലാതെ ഹൈക്കോടതി നിർദ്ദേശിച്ച് ഗവൺമെന്റ് രൂപീകരിച്ചതല്ല. ഈ കള്ളക്കടത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊള്ളയുടെ പ്രധാനപ്പെട്ട വക്താവും ആ സ്വർണം കൊണ്ടുപോയിട്ട് വിറ്റു എന്ന് കൃത്യമായിട്ട് അവർ തന്നെ സ്വർണം കടത്തല്ലോ, സ്വർണം കണ്ടെത്തി. അവര് എന്തടിസ്ഥാനത്തിലാണ് ഇവരെല്ലാമായിട്ടുള്ള ബന്ധം ശ്രദ്ധിച്ചിട്ട് വരുന്നത് എന്നതിന് ഉത്തരം പറയേണ്ടിയുണ്ട്. SITയുടെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്കുള്ള അവസരമാക്കി മാറ്റിയിരിക്കുകയാണ് CPM-ഉം UDF-ഉം. വലിയ തരത്തിലുള്ള പ്രചാരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇരു കക്ഷികളും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം SITക്ക് മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദമുണ്ട് എന്ന വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രചാരണം സജീവമാക്കാനുള്ള ഒരു നീക്കമാണ് UDF-ന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷ നേതാവിന് ഇരട്ടത്താപ്പെന്ന് മന്ത്രി എ. ബി. രാജേഷ്. UDF കൺവീനറെ ചോദ്യം ചെയ്യുമെന്നായതോടെ PD സതീശൻ മലക്കം മറിഞ്ഞു. സതീശന് SITയിൽ വിശ്വാസം നഷ്ടപ്പെട്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. സ്വന്തക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ എന്തിനു പരിഭ്രാന്തിയെന്നും അന്വേഷണത്തിന്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ പാരടി ഗാനം ഒരുമിച്ച് പാടിയാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു. ശബരിമലയിലെ SIT അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് എന്ന്
മിനിഞ്ഞാന്നും പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ ശ്രീ VD സതീശൻ്റെ പ്രസ്താവന കണ്ടു. ഇന്നലത്തെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നലെ രാവിലെ ഇറങ്ങിയ പത്രങ്ങളിലും അദ്ദേഹം SITയിലുള്ള വിശ്വാസം രേഖപ്പെടുത്തി. എന്നാൽ മണിക്കൂറുകൾക്കകം മലക്കം മറിഞ്ഞ് SITക്കെതിരായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നതാണ് കണ്ടത്. എന്താണ് ഇതിന് രണ്ടിനും ഇടയിലുണ്ടായ പ്രധാന സംഭവവികാസം? മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു UDF കൺവീനറെയും ചോദ്യം ചെയ്യും എന്ന്. ഇപ്പോൾ UDF കൺവീനറെ ചോദ്യം ചെയ്യും എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് SITയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? ആ വാർത്ത മാധ്യമങ്ങൾ കൊടുത്തതിൻ്റെ പിന്നാലെയല്ലേ പ്രതിപക്ഷ നേതാവ് SITക്കെതിരായി രംഗത്തെത്തിയത്? മണിക്കൂറുകൾ കൊണ്ടാണ് ഈ മലക്കം മറിച്ചത്. പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ UDF കൺവീനറെ ചോദ്യം ചെയ്യുന്നതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഇപ്പം അന്വേഷണത്തിൻ്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ ആ പാരഡി ഗാനം ഒന്ന് അന്ന് പാടിയതുപോലെ ഒരുമിച്ചിരുന്ന് കൂട്ടമായിട്ട് പാടിയാൽ മതി. പാരഡി പാടിയത് ഇപ്പോൾ കൂട്ട നിലവിളിയായിട്ട് മാറുമോ എന്ന് നമുക്ക് കണ്ടറിയാം. കോൺഗ്രസ് BJP ഡീൽ നേതൃനിരയിൽ തന്നെ ഉണ്ടെന്ന മന്ത്രി MB രാജേഷ്. ഹൈക്കമാൻഡ് മുതൽ പഞ്ചായത്ത് വരെ BJPയിലേക്ക് കണ്ണുകണ്ടിരിക്കുന്നു. മട്ടത്തൂരിൽ കോൺഗ്രസ് അംഗങ്ങൾ BJPയിലെത്തി. വെള്ളാപ്പള്ളിയുടെ CPI വിമർശനം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. അതാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്, ഒറ്റച്ചാട്ടത്തിന് BJP ആവാൻ ഒരു മടിയുമില്ല എന്ന്. ഇരുട്ടി വെളുക്കുമ്പോൾ BJP ആവും. ഇപ്പോൾ ഈ അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ BJP പിന്തുണയോടാക്കാൻ സമീപിച്ച ഔസേപ്പ് പറഞ്ഞല്ലോ, നേരത്തെ ഡീൽ ഉറപ്പിച്ചിരുന്നു എന്നത്. വോട്ടിൻ്റെ കണക്കുകൾ വന്നില്ലേ? മറ്റത്തൂർ പഞ്ചായത്തിൽ വോട്ടിൻ്റെ കണക്ക് വന്നില്ലേ? BJP ജയിച്ച സ്ഥലത്തെല്ലാം 100-ൽ താഴെ വോട്ടല്ലേ ഉള്ളൂ കോൺഗ്രസിന്. അപ്പോൾ ഈ ഡീല് വളരെ വ്യക്തമാണ്. ഡീൽ അവിടെ മാത്രമല്ല, മുതലുണ്ട്. ഓരോ ദിവസവും പ്രവർത്തക സമിതിയിലെ അംഗങ്ങളുടെ പ്രസ്താവന RSSനെ പുകഴ്ത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ശശി തരൂരാണ്, പിന്നാലെ ദിഗ്വിജയ് സിംഗ് ആണ്, അത് കഴിഞ്ഞ് സൽമാൻ ഖുർഷിദാണ്. ഇപ്പോൾ ഇന്ന് വന്ന വാർത്ത, അധീർ രഞ്ജൻ ചൗധരി, ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ കക്ഷി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൗധരി അതീവ രഹസ്യമായി മോദിയെ പോയി കണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഹൈക്കമാൻഡ് മുതൽ പഞ്ചായത്ത് വരെ BJPയിലേക്ക് കണ്ണും നട്ടിരിക്കുകയും BJPയിലേക്ക് ഒരു രഹസ്യപാത തുറന്നു വെച്ചിരിക്കുകയും ചെയ്യുന്നവരാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയത്തിൽ ഭരണസമിതിയെയും BJP നേതാക്കളെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. LDF UDF ഒത്തുകളിക്ക് അവസാനമായെന്നും വികസിത തിരുവനന്തപുരത്തിനായി കേന്ദ്ര സർക്കാർ സഹായം പ്രയോജനപ്പെടുത്താമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മേയർ VV രാജേഷിനാണ് പ്രധാനമന്ത്രി അഭിനന്ദന കത്ത് അയച്ചത്. അഴിമതിയും ക്രൂരമായ അക്രമവുമാണ് ഇരുമുന്നണികളുടെയും ശീലമെന്നും ഇരുമുന്നണികളുടെയും കേരള ഭരണം അങ്ങേയറ്റം പരിതാപകരമാണെന്നും കത്തിൽ വിമർശിക്കുന്നു. കേന്ദ്രത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ഇരുമുന്നണികളും തമ്മിൽ ഫിക്സഡ് മാച്ചാണ് നടക്കുന്നത്. ഇത് ജനം തിരിച്ചറിയാൻ തുടങ്ങിയെന്നും പ്രധാനമന്ത്രി കത്തിൽ പറയുന്നു. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, നേരത്തെ പ്രധാനമന്ത്രി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ട്വീറ്റ് ചെയ്തിരുന്നു. നമുക്കറിയാം, ഒന്നോ രണ്ടോ ട്വീറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ വിജയം. ഇപ്പോൾ മേയർക്കും കത്തയക്കുകയാണ്. അതിലെന്തൊക്കെയാണ് പ്രധാനമായും അദ്ദേഹം പറയുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയത്തിൽ BJP നേതാക്കളെയും ഭരണസമിതി അംഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ കത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ദേശീയ തലത്തിൽ തന്നെ BJP ആഘോഷിക്കുന്ന ഒരു വിജയമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റേത്. അവിടെ VV രാജേഷ് കോർപ്പറേഷൻ ഭരണസമിതി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലം കൂടിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കത്ത് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് BJPക്ക് ഏറെ പ്രാധാന്യമുള്ളൊരു കോർപ്പറേഷനാണ്. ഈ വിജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രത്തോളം വിലമതിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയായി ഈ കത്ത് മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഈ കത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അഴിമതിയും ഒപ്പം സ്വജനപക്ഷപാതവും ക്രൂരമായ അക്രമവുമൊക്കെ ഇരു മുന്നണികളുടെയും ശീലമാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. കേരള ഭരണം അങ്ങേയറ്റം പരിതാപകരമാണെന്നും കത്തിൽ പ്രധാനമന്ത്രി പരാമർശിക്കുന്നു. കേന്ദ്രത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ഇരുമുന്നണികളും തമ്മിൽ ഫിക്സഡ് മാച്ചാണ് നടക്കുന്നതെന്നും ഇത് ജനം തിരിച്ചറിയാൻ തുടങ്ങിയെന്നും പ്രധാനമന്ത്രി കത്തിൽ പറയുകയാണ്.
ബി അരുൺ ചേരുകയാണ്. അരുണ്, BJPക്ക് ഏറെ പ്രാധാന്യമുള്ളൊരു വിജയമാണിത്, സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഈ കത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി മേയറോട് പറയുന്നത്? പ്രധാനമായും കേരള ഭരണത്തിനെതിരെ അടക്കമുള്ള വിമർശനമുണ്ടെന്ന് കരുതുന്നു. പുതിയ മേയർ, തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ VV രാജേഷ് അയച്ച കത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ എത്രത്തോളം പ്രധാനപ്പെട്ട വിജയമാണ് തിരുവനന്തപുരത്ത് നേടാനായത്, BJPയുടെ പ്രവർത്തകർ വർഷങ്ങളായി നടത്തിയ പരിശ്രമത്തിന്റെ ഫലമാണ്, നിരവധി വേട്ടയാടൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മാറി മാറി LDFന്റെയും UDFന്റെയും ദുർഭരണമായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി ആരോപിക്കുന്നതിന് അതിശേഷം അദ്ദേഹം പറയുന്നത്. ഈ BJPയുടെ ഇവിടുത്തെ വിജയം അത് പെട്ടെന്നുണ്ടായ ഒന്നല്ല. കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളും അതുപോലെ തന്നെ യുവാക്കളും ഒരു പുതിയ പ്രഭാതം സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന ഇതിന്റെ തെളിവായാണ് ഇത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. BJPയും NDAയും ഒക്കെ വലിയ ശക്തിയായി ജനങ്ങളുടെ ഒരു ഓപ്ഷനായി, ഒരു പകരം ഒരു ബദൽ ഓപ്ഷനായി വളർന്നു വരുന്നുണ്ട് കേരളത്തിൽ. അത് ദേശീയത അടിസ്ഥാനമാക്കി, എന്നാൽ അതേസമയം തന്നെ അഴിമതിയില്ലാത്ത വികസനത്തിന് വേണ്ടിയുള്ള ഒരു പാർട്ടിയായി, സംവിധാനമായി ജനങ്ങൾ BJPയെ കണ്ടു തുടങ്ങിയ തെളിവായാണ് വിജയത്തെ പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത്. LDFും UDFും തുടർച്ചയായി അവർ ഡൽഹിയിൽ സുഹൃത്തുക്കളായി നിൽക്കുകയും ഇവിടെ പരസ്പരം കടിച്ചുകൂറാൻ നിൽക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ശത്രുക്കളായി അഭിനയിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ ഒക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ കത്തുള്ളത്. സെൽഫ്ലെസ് സർവീസ്, ഫലേച്ഛയില്ലാത്ത സേവനമാണ് ഇവിടെ BJPക്ക് അനുഗ്രഹമാകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് BJPക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ നഗരസഭാ ഭരണം എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഒരു കത്ത് ഈ ന്യൂ ഇയറിൽ, പുതുവർഷ തുടക്കത്തിൽ തിരുവനന്തപുരം മേയർക്ക് നൽകിയിരിക്കുന്നത്. ഇതൊരു പ്രധാനമന്ത്രിയുടെ പുതുവത്സര സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് VV രാജേഷ് ഫേസ്ബുക്കിൽ പ്രധാനമന്ത്രിയുടെ കുറിപ്പ് പങ്കുവച്ചത്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് നമുക്കറിയാം, സ്മാർട്ട് സിറ്റി ഇലക്ട്രിക് ബസ് വിവാദം നഗരസഭയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ നിൽക്കുകയാണ്. മന്ത്രിയും മേയറും തമ്മിലാണ് ഈ വിഷയത്തിൽ പരസ്പരം കൊമ്പുകോർക്കുന്ന അവസരമുണ്ടാക്കിയത്. സർക്കാരും കോർപ്പറേഷനും ഈ വിഷയത്തിൽ ഇപ്പോഴും അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നഗരപരിധിക്ക് പുറത്തേക്കുള്ള ഇലക്ട്രിക് ബസ്സുകളുടെ സർവീസ് അനധികൃതമാണെന്ന് ആവർത്തിക്കുകയാണ് മേയർ VV രാജേഷ്. എന്നാൽ മേയർ കരാർ വായിക്കണമെന്ന നിലപാടിലാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ വിഷയം ചർച്ചയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് മേയർ VV രാജേഷ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അതിന് രൂക്ഷ വിമർശനവുമായി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ മറുപടി നൽകിയിരിക്കുന്നത്. അതിൽ 113 ബസ്സുകൾ സർവീസ് നടത്തുന്നത് കൃത്യമായി നഗരപരിധിക്ക് അപ്പുറത്തേക്ക് പോത്തൻകോട് വരെ പോകുന്നതിന്റെ കാരണമായി ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് കഴക്കൂട്ടത്ത് അത്തരത്തിൽ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനോ ബസ്സുകൾ തിരിക്കുന്നതിനോ ഒക്കെയുള്ള സംവിധാനങ്ങൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് പോത്തൻകോട് വരെ സർവീസ് നടത്തുന്നതാണ്. അതിനപ്പുറത്തേക്ക് നഗരസഭയ്ക്ക് അതിലെന്തെങ്കിലും ആക്ഷേപമുണ്ടായെങ്കിൽ ആ ബസ്സുകൾ മുഴുവൻ നഗരസഭയ്ക്ക് വിട്ടു നൽകിയേക്കാം എന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി. പക്ഷേ അതിനോട് മേയർ VV രാജേഷ് പ്രതികരിച്ചത് ലാഭമെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഇനി തിരികെ ബസ് നൽകുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നാണ്. എന്തായാലും വരുന്ന കൌൺസിൽ യോഗത്തിൽ ഈ വിഷയം വലിയ തരത്തിലുള്ള ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ശാസ്തമംഗലത്തെ കൌൺസിൽ ഓഫീസ് വിവാദത്തിന് പിന്നാലെയാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായുള്ള ഇലക്ട്രിക് ബസ്സുകളുടെ പേരിലും സമാനമായ തരത്തിലുള്ള ആക്ഷേപം LDFും BJPയും തമ്മിൽ പരസ്പരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നഗരസഭയിൽ കഴിഞ്ഞ 4 ദശാബ്ദമായി നടന്നുകൊണ്ടിരുന്ന LDF ഭരണത്തിൽ നടന്നുകൊണ്ടിരുന്ന പല പദ്ധതികളുടെയും സുതാര്യത സംബന്ധിച്ച സംശയം ഉന്നയിക്കുന്ന വലിയൊരു പ്രചാരണത്തിന് കൂടി BJP നഗരസഭയിൽ തുടക്കം കുറിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായാണ് അടിക്കടി നഗരസഭയെടുത്ത തീരുമാനങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പുതിയ ഭരണസമിതി രംഗത്തെത്തുന്നത്. എന്തായാലും അടുത്ത കൌൺസിൽ യോഗത്തിൽ വലിയ ചർച്ചകൾക്കാകും ഈ ഇലക്ട്രിക് ബസ്സുകളുടെ വിഷയം ഇടം പിടിക്കുകയെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പുതുവർഷം രാഷ്ട്രീയ കേരളത്തിനും വലിയ മാറ്റങ്ങളുടേതാകുമോ? 10 വർഷത്തെ ഇടതുഭരണത്തിന് തുടർച്ചയോ അതോ UDFയുടെ തിരിച്ചുവരവോ? പുതുവർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ രാഷ്ട്രീയ കേരളം ഇക്കാര്യത്തിൽ വിധി നിശ്ചയിക്കും. പുതുവർഷം രാഷ്ട്രീയപരമായും കേരളത്തിൽ ഏറെ നിർണായകമാണ്. 10 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിന്റെ തന്നെ തുടർച്ചയുണ്ടാകുമോ?
2026 ആദ്യ പാതിയിൽ തന്നെ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിധി എഴുതാൻ പോകുന്നത് ഇത് സുപ്രധാനമായ ഈ തീരുമാനം കൂടിയാണ്. വീണ്ടും ഒരു ഭരണ തുടർച്ചയാണോ അതല്ലെങ്കിൽ ഭരണമാറ്റമാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോവുകയാണ് രാഷ്ട്രീയ കേരളം എന്ന പ്രത്യേകത കൂടിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം നൽകിയ വലിയ ആത്മവിശ്വാസം UDF കേന്ദ്രങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ UDFും നേരത്തെ തന്നെ ഒരുങ്ങുകയാണ്. ഇത്തവണ തങ്ങൾ തിരികെ പിടിക്കും കേരളം എന്ന പ്രതീക്ഷയുമായി UDF മുന്നോട്ട് പോവുകയാണ്. അതേസമയം BJP ഇത്തവണ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കേരളത്തിൽ നടത്തുമെന്ന പ്രഖ്യാപനം BJPക്കുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം പിടിച്ചടക്കിയ ഒരു വലിയ ആത്മവിശ്വാസം BJP കേന്ദ്രങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് BJPയും നേരത്തെ ഒരുങ്ങുകയാണ്. അങ്ങനെ 2026 എന്ന പുതുവർഷം കേരളത്തെ കാത്തിരിക്കുന്നത് സുപ്രധാനമായ ചില രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ്. കേരളം വിധി എഴുതാൻ പോവുകയാണ്. വരുന്ന 5 വർഷം ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ ഇത്തവണ നേരത്തെ ഒരുങ്ങുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ മുന്നണികൾ തങ്ങളുടെ പതിവ് ചട്ടവട്ടങ്ങൾക്കപ്പുറമായുള്ള ഒരുക്കങ്ങളും ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളുമായി ഒരുങ്ങുകയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. UDFിൻ്റെ സാധ്യതകളിലേക്ക് നോക്കുമ്പോൾ UDF ഇത്തവണ ഈ തദ്ദേശ വിജയത്തിൻ്റെ ആത്മവിശ്വാസം അവർക്ക് നൽകുന്നത് മുന്നണിയിലെ സീറ്റ് വിഭജനം ഒപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ വേഗത്തിൽ നടത്തി പുതിയ രാഷ്ട്രീയ തന്ത്രവുമായി UDF ഒരുങ്ങുന്നു എന്നതാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പിഴവുകൾ തിരുത്താനുള്ള ഒരു അവസരമാണ് ഈ ദിവസങ്ങളിലുള്ളത്. സ്വാഭാവികമായും ആ പിഴവുകൾ തിരുത്തി നിയമസഭയിൽ വീണ്ടും തിരിച്ചു വരും, നിയമസഭയിൽ വീണ്ടും ഞങ്ങൾ തുടർച്ചയുണ്ടാക്കുമെന്ന അവരുടെ അവകാശവാദത്തിലേക്ക് എത്താൻ ഇടതുമുന്നണിക്കും കഴിയണമെന്ന വെല്ലുവിളിയുണ്ട്. അങ്ങനെയുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനപ്പുറം മറ്റൊരു നേതൃതലത്തിൽ പുതിയൊരു മുഖം അവതരിപ്പിക്കാൻ ഇടതുമുന്നണിക്ക് കഴിയുമോ എന്ന ചോദ്യമുണ്ട്. ഇങ്ങനെ സുപ്രധാനമായ നിരവധി ചോദ്യങ്ങളാണ്. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമുക്ക് മുന്നിലേക്ക് വരാനിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ അടക്കമുള്ള അവരുടെ പ്രധാനപ്പെട്ട മുഖങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് വ്യക്തമാണ്. K സുരേന്ദ്രന് മത്സരത്തിനുണ്ടാകുമെന്ന് വ്യക്തമാണ്. ഒപ്പം തന്നെ ചില VIP പ്രതിനിധികളും ഇത്തവണ BJPക്ക് ഉണ്ടാവും. അങ്ങനെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വേഗത്തിൽ തന്നെ പുറത്തിറക്കാൻ BJPയും സജ്ജമാവുകയാണ്. ഇത്തവണ കഴിഞ്ഞ മുമ്പ് സീറ്റിലൂടെ നിയമസഭയിൽ അക്കൗണ്ട് തുറന്ന് BJPക്ക് പിന്നീട് ആ സീറ്റ് നഷ്ടപ്പെടുന്നു. ഇത്തവണ കൂടുതലിടങ്ങളിൽ പ്രാതിനിധ്യം ഉണ്ടാക്കുമെന്ന വലിയ ഉറപ്പാണ്, വലിയ പ്രതീക്ഷയാണ് BJPക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് 2026 കേരളത്തിന് മുന്നിൽ പറയാൻ പോകുന്നത് നിരവധി രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണെന്ന പ്രത്യേകതയുമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു വർഷമായി 2026 മാറുകയാണ്. കേരളത്തിനു പുറമെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും അസമിലും തെരഞ്ഞെടുപ്പ് വർഷമാണ്. തുടർഭരണം ഉറപ്പിച്ചാണ് MK സ്റ്റാലിൻ നീക്കങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ വിജയ് നയിക്കുന്ന TVKയുടെ വരവോടെ തമിഴകം പ്രവചനാതീതമായി മാറിയിരിക്കുകയാണ്. 15 വർഷമായി മമതാ ബാനർജി ഭരിക്കുന്ന ബംഗാളിൽ ഇക്കുറി മാറ്റമുണ്ടാകുമോ എന്നതിനും മെയ് മാസത്തോടെ ഉത്തരമാകും. കേരളത്തിനൊപ്പമാണ് തമിഴ്നാട്ടിലും ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലും അസമിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നെങ്കിൽ ഇത്തവണ അതിന് മാറ്റം വരികയാണ്. ADMK നയിക്കുന്ന മുന്നണി ഒപ്പം തന്നെ ഭരണകക്ഷിയായ DMK നയിക്കുന്ന മുന്നണിക്ക് പുറമെ വിജയുടെ TVK കൂടി ഈ തെരഞ്ഞെടുപ്പിൽ രംഗപ്രവേശം ചെയ്യുകയാണ്. കാരണം MK സ്റ്റാലിൻ തുടർഭരണം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട പോലും അദ്ദേഹം സെറ്റ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഹിന്ദി ഭാഷാ വിവാദം, മണ്ഡല പുനർനിർണയം തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടാണ് MK സ്റ്റാലിൻ അത്തരമൊരു നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് വിജയുടെ രംഗപ്രവേശം. അപ്പോൾ വിജയുടെ പാർട്ടിയായ TVK അത് ആരുടെ വോട്ട് നേടും എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വോട്ടുകൾ TVK പിളർത്തുമോ അതോ DMK ഉൾപ്പെടെ എല്ലാ കക്ഷികളുടെയും വോട്ടുകൾ സമാഹരിക്കാൻ TVKക്ക് സാധിക്കുമോ, ADMKയുമായി ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കിലേക്ക് വിജയ് പോകുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ തമിഴകത്ത് അവശേഷിക്കുന്നുണ്ട്. ബംഗാളിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ച് 2011 മമതാ ബാനർജി അധികാരം പിടിച്ചത്. അവിടെ ഇപ്പോൾ നിലവിൽ നിയമസഭയിൽ CPMന് പ്രതിനിധികളില്ല. BJP മുഖ്യ പ്രതിപക്ഷമായി ബംഗാളിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 18 സീറ്റുകൾ നേടി വലിയൊരു ശക്തിയായി BJP മാറിയതാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി വലിയ വിജയം അവിടെ നേടി. 294 മണ്ഡലങ്ങളിൽ 213 നേടിയാണ് തൃണമൂൽ അവരുടെ ആധിപത്യം ഉറപ്പിച്ചത്. ആ മുന്നേറ്റം ഇത്തവണ തുടരാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. പ്രത്യേകിച്ച് BJP ബംഗാൾ ഇത്തവണ പിടിക്കുമെന്ന് പലപ്പോഴായി ആവർത്തിച്ചതാണ്. അമിത്ഷാ കഴിഞ്ഞ 3 ദിവസങ്ങളിലും ബംഗാളിലുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അവിടെ എത്തിയത്. MLA മാർ, നേതാക്കൾ, RSSന്റെ നേതാക്കൾ തുടങ്ങിയവരുമൊക്കെ തന്നെയായി അമിത്ഷാ ചർച്ച നടത്തി. ഒപ്പം SIR അത് ഏതാണ്ട് 30 ലക്ഷത്തിലധികം ആളുകളുടെ വോട്ടുകളാണ്
കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 30 ലക്ഷത്തിലധികം പേരാണ് പുറത്തുപോയത്. അപ്പോൾ അതൊക്കെ ഏതൊക്കെ തരത്തിൽ ബംഗാളിലെ ജനവിധിയെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. അസമിൽ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചു വരാൻ കഴിയുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. 10 വർഷമായി ഭരണത്തിന് പുറത്താണ് കോൺഗ്രസ് അവിടെയുള്ളത്. അവിടെയും BJP ആണ് ഭരണകക്ഷി. BJP ഭരണം നിലനിർത്തുമോ അതോ അസമിൽ കോൺഗ്രസിന് തിരിച്ചുവരവുണ്ടാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഏതായാലും മെയ് മാസം പകുതിയോടുകൂടി ഉത്തരം ലഭിക്കും. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയുടെ അക്കൗണ്ടുകളിൽ കൂടുതൽ പരിശോധന. ജയസൂര്യ അടുത്ത ആഴ്ച ED വീണ്ടും ചോദ്യം ചെയ്യും. അതിനു മുൻപ് ബാങ്ക് രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. തട്ടിപ്പിലെ പ്രധാന പ്രതി സ്വാദിഖ് റഹീമിന്റെ കമ്പനികളിൽ നിന്ന് 1 കോടി രൂപ ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലെത്തിയെന്നാണ് EDയുടെ കണ്ടെത്തൽ. എന്നാൽ ബ്രാൻഡ് അംബാസഡർക്കുള്ള പ്രതിഫലമെന്നാണ് ജയസൂര്യയുടെ പ്രാഥമിക മൊഴി. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പ്രധാനമായും ED കേന്ദ്രീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള സിനിമാ താരങ്ങൾ അടക്കമുള്ളവരുടെ ഒരു സാമ്പത്തിക ഇടപെടലുകൾ എങ്ങനെയായിരുന്നു എന്നാണ്. ഇതിലാണ് ജയസൂര്യയുടെ ബ്രാൻഡ് അംബാസഡർ പദവിയും അതുവഴി കൈകാര്യം ചെയ്തിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളിലും കൂടുതൽ അന്വേഷണം നടത്താൻ ED തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ജയസൂര്യയുടെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 7-നകം ഇത് സമർപ്പിക്കണമെന്നതാണ് ED പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷം വീണ്ടും ഹാജരാകണം എന്ന നിർദ്ദേശവും ED നൽകിയിട്ടുണ്ട്. അതായത് രേഖകൾ പരിശോധിച്ച ശേഷം ജയസൂര്യയെ വീണ്ടും വിളിച്ച് വരുത്തുമെന്ന് തന്നെയാണ്. ജയസൂര്യയ്ക്കൊപ്പം തന്നെ ജയസൂര്യയുടെ ഭാര്യ സരിത ജയസൂര്യയും അന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇവരുടെ മൊഴിയും അന്ന് രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരുടെയും അക്കൗണ്ടുകളിലേക്ക് ഏതാണ്ട് 1 കോടിയോളം രൂപ എത്തിയിട്ടുണ്ട് എന്ന് ED സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ ഈ തുക വന്നിരിക്കുന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ഈ തട്ടിപ്പ് നടത്തി സ്വരൂപിച്ച പണം ഇതിൻ്റെ ഉടമസ്ഥർ നേരത്തെ തന്നെ പിടിയിലായി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളവർ ഇയാൾ വഴി ഇതിലേക്ക് സ്വാദിഖ് റഹീം വഴി അയാളുടെ അക്കൗണ്ടിൽ നിന്നാണ് കൈമാറ്റം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പണവും തട്ടിപ്പിൽപ്പെട്ടതാണെങ്കിൽ ഇതിൽ കൃത്യമായ രീതിയിലുള്ളൊരു വിശദീകരണം നൽകേണ്ടി വരും. കാരണം ഈ പണവും തട്ടിപ്പിൻ്റെ പരിധിയിലേക്ക് വരുന്നതാണ്. അത് അങ്ങനെ തന്നെയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്ന നടപടികളിലേക്ക് അടക്കം ED നീങ്ങുകയും ചെയ്യും. കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലാണ് ED അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പലരെയും അക്കൗണ്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമാ താരങ്ങൾ അടക്കമുള്ളവരുമായിട്ട് ഈ സ്വാദിഖ് റഹീം വളരെയധികം അടുപ്പം പുലർത്തിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ പല പരസ്യ ചിത്രങ്ങളോ അല്ലെങ്കിൽ ബ്രാൻഡ് പ്രൊമോഷൻ പരിപാടികളിലോ പങ്കെടുത്തിട്ടുണ്ട്. ഇവർക്കെല്ലാം സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയിരുന്നു എന്നതും ED പരിശോധിച്ച് വരികയാണ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്ര അന്വേഷണത്തിലേക്ക് ED കടക്കുകയാണ്. ജയസൂര്യയെ 2 വട്ടമാണ് ഈ കേസിൽ ചോദ്യം ചെയ്തത്. ഇനി 1 വട്ടം കൂടി അല്ലെങ്കിൽ ഇനിയും ആവശ്യപ്പെടുമ്പോഴെല്ലാം വരേണ്ടി വരും വിശദീകരണങ്ങൾ എന്ന രീതിയിലാണ് EDയുടെ ഒരു നിലപാടിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. വൻ തുക നിക്ഷേപമായി സ്വീകരിക്കപ്പെട്ടതായി തെളിഞ്ഞിട്ടുണ്ട്. പലരും തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഹവാല പണം കൂടി ഇതിൽ വന്നിട്ടുണ്ടോ എന്ന സംശയവും EDക്കുള്ളത്. ഏതായാലും ആ പണത്തിലൊരു ഭാഗമാണ് പ്രതിഫലമായി തനിക്ക് നൽകിയിട്ടുള്ളത്. ഇത് തട്ടിപ്പ് നടത്തി സ്വരൂപിച്ച പണമാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നതാണ് ജയസൂര്യ നൽകിയിരിക്കുന്ന മൊഴി. അത് എന്ത് വിശദീകരണമായാലും ആ രീതിയിലുള്ള പണമാണ് നൽകിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായും ED മറ്റു നടപടികളിലേക്ക് കടക്കുമെന്ന സൂചനയാണ് സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസുമായി ഇപ്പോൾ നിലവിലുള്ളത്. തുടർ നടപടികളുമായി ED മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് 18 മലയാളി ഓഫ് ദ ഇയർ 2025 പുരസ്കാരം ശശി തരൂർ MPക്ക് മുഖ്യമന്ത്രി സമ്മാനിച്ചു. രാഷ്ട്രീയമായി വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും നാടിന്റെ വികസനത്തിനാണ് തരൂർ ശ്രമിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തരൂർ നടത്തുന്നത് ക്രിയാത്മകമായ ഇടപെടലുകളാണെന്നും അദ്ദേഹം പ്രശംസിച്ചു. ഇത്തവണത്തെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നമുക്കേവർക്കും പ്രിയപ്പെട്ട ശ്രീ ശശി തരൂരിനാണ്. തികച്ചും ഉചിതമായ തീരുമാനമാണിത്. ലോകവേദികളിൽ മലയാളത്തിൻ്റെ കരുത്തും ശബ്ദവും എത്തിച്ച വ്യക്തിത്വമാണ് ശശി തരൂരിൻ്റേത്. ലോകമറിയുന്ന എഴുത്തുകാരൻ, ഐക്യരാഷ്ട്രസഭയിലടക്കം പ്രവർത്തിച്ച് വലിയ അനുഭവപരിചയമുള്ള നയതന്ത്രജ്ഞൻ, ഈ നിലകളിലെല്ലാം പ്രശസ്തനായ വ്യക്തിയാണ് അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയിൽ ഉന്നത പദവികൾ അലങ്കരിച്ചപ്പോഴും ഇപ്പോൾ പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ നാടിനോട്
അളവറ്റ കൂറ് പുലർത്തുന്ന കാര്യത്തിൽ ബദ്ധശ്രദ്ധനാണ് അദ്ദേഹം. നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെയും വൈവിധ്യത്തെയും കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ശരിയായ ചിത്രം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വിജ്ഞാനവും വാഗ്മിതയും കൈകോർക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി പുതിയ തലമുറക്ക് മാതൃകയാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം കേരളത്തിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളിലും നമ്മുടെ നാടിൻ്റെ തനിമ ഉയർത്തിപ്പിടിക്കുന്നതിലും അദ്ദേഹം കാണിക്കുന്ന താല്പര്യം എടുത്തു പറയേണ്ടതാണ്. രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പക്ഷേ ആത്യന്തികമായ ലക്ഷ്യം സമൂഹത്തിന്റെ നന്മയാകണമെന്ന് ശശി തരൂർ MP പറഞ്ഞു. വിശ്വപൗരൻ എന്നറിയപ്പെടുന്നതിനേക്കാൾ ഇന്ത്യൻ പൗരൻ എന്നറിയപ്പെടാനാണ് ഇഷ്ടമെന്നും ന്യൂസ് 18 മലയാളി ഓഫ് ദ ഇയർ പുരസ്കാരം സ്വീകരിച്ച ശേഷം തരൂർ പറഞ്ഞു. ശ്രീ നാരായണ ഗുരു എപ്പോഴും പറയില്ലേ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന്. അതുപോലെ ഞാൻ പറയട്ടെ, രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി. അതാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് ഞാൻ എൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പിലും എൻ്റെ എല്ലാ പ്രവർത്തനത്തിലും കാണിക്കാൻ ശ്രമിച്ചത്. ഞാൻ ചിലപ്പോൾ പാർട്ടിയുടെ പരിധികൾ ക്രോസ് ചെയ്തിട്ടായിരിക്കും മറ്റേവരെക്കുറിച്ച് നല്ല വാക്കുകൾ പറയണത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ആവശ്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എപ്പോഴും കേരളത്തിൻ്റെ നന്മ, ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഒരു ഭാരതീയ പൗരനായിട്ടും ഒരു മലയാളിയായിട്ടും ഞാൻ കാണുന്നത് ഇതാണ്: പ്രവർത്തിക്കണം, പഠിക്കണം, പക്ഷേ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും നിൽക്കണം. മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലതും വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും മറച്ചുവെക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ഏതു വിധേനയും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അതിൽ ചില മാധ്യമങ്ങളുണ്ടെന്നും ന്യൂസ് 18 മലയാളി ഓഫ് ദ ഇയർ പുരസ്കാരദാന ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് കാലത്തും പ്രളയകാലങ്ങളിലും മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലുമൊക്കെ സംസ്ഥാന സർക്കാരിനൊപ്പം കൈകോർത്ത് പ്രവർത്തിക്കാൻ ചാനൽ തയ്യാറായി. ഇങ്ങനെ കേരളം സമാനതകളില്ലാത്ത പ്രതിസന്ധികളിൽപ്പെട്ട കാലത്തെല്ലാം സംസ്ഥാനത്തിൻ്റെ പൊതുവികാരത്തിനൊപ്പം നിന്ന ചരിത്രമാണ് ന്യൂസ് 18 കേരളത്തിനുള്ളത്. ഇത് ന്യൂസ് 18 കുറിച്ച് പറഞ്ഞ കാര്യമാണ്. എന്നാൽ കേരളത്തിൽ പൊതുവായ മാധ്യമ സംസ്കാരം ഇങ്ങനെയാണെന്ന് പറയാനാവില്ല. മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലതും വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും മറച്ചുവെച്ച് ബോധപൂർവം കടുത്ത ഇടതുപക്ഷ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന കാലമാണിത്. നമ്മുടെ സംസ്ഥാനം ഇന്ന് വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ജനകീയ ബദലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാനം മുന്നോട്ടു പോകുന്നു. അങ്ങനെയുള്ള സംസ്ഥാനത്തെ ഏതു വിധേനയും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ഇവിടെ സജീവമാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ചില മാധ്യമങ്ങളാണ് എന്ന് പറയേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണ്. ന്യൂസ് 18 കേരളത്തെ മുഖ്യമന്ത്രി പ്രശംസിച്ചു. മാധ്യമ പ്രവർത്തനം എന്നത് വാർത്ത നൽകുക എന്നതിനപ്പുറം സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുക എന്നതാണ്. അതിൽ ന്യൂസ് 18 മികച്ച പ്രവർത്തനമാണ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാധ്യമ പ്രവർത്തനം എന്നത് കേവലം വാർത്തകൾ നൽകുന്നതിലപ്പുറം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പ്രവർത്തനം കൂടിയാകണം. ആ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ നിറവേറ്റാൻ ന്യൂസ് 18 ശ്രമിക്കുന്നു എന്നത് സന്തോഷകരമാണ്. വിവാദങ്ങൾക്കപ്പുറം ജനകീയമായ വിഷയങ്ങൾ ഏറ്റെടുക്കാനും നമ്മുടെ നാടിൻ്റെ നേട്ടങ്ങളെ അടയാളപ്പെടുത്താനും ഈ ചാനൽ നടത്തുന്ന ശ്രമങ്ങൾ സ്വാഗതാർഹമാണ്. തുടക്കം മുതൽക്ക് നാടിനോടുള്ള പ്രതിബദ്ധത പുലർത്തിപ്പോരുന്ന മാധ്യമ സ്ഥാപനമാണ് ന്യൂസ് 18 കേരളം. വർഗീയത ചെറിയ തോതിൽ ആളുകളെ സ്വാധീനിക്കുന്നുവെന്നും ഇത് നാടിന് എങ്ങോട്ടെത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഷൂ അഴിച്ചുവെച്ച് പ്രധാനമന്ത്രി പള്ളിയിൽ കയറി. അപ്പോൾ തനിക്ക് ഓർമ്മ വന്നത് ദീപികയുടെ മുഖപ്രസംഗമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയതയുടെ ആപത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം വലിയ തോതിൽ ഉയർന്നു വരുമ്പോഴും
കേരളം ഒരു ഒറ്റപ്പെട്ട തുരുത്തായി നിൽക്കുകയായിരുന്നു. അതിലെ ഒരു ഘടകം ഈ സംസ്ഥാനത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനവും കരുത്തുമായിരുന്നു. നമ്മുടെ സംസ്ഥാനം തീർത്തും വേറിട്ട് നിൽക്കുന്നു. ഇവിടെ ഒരു ഭേദചിന്തയുമില്ലാതെ സോദരത്വേന വാഴാൻ കഴിയുന്ന ഒരു നാടായി നിൽക്കുന്നു. ഇതൊന്നും ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ പലയിടത്തും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒന്നാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ യാഥാർത്ഥ്യം ഇതായിരുന്നു. എന്നാൽ മെല്ലെ മെല്ലെ ആ വർഗീയത ചെറിയ തോതിൽ ആളുകളെ സ്വാധീനിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. തീർത്തും അസ്വീകാര്യമായി നിർത്തിയിരുന്ന സ്ഥാനത്ത് ചെറിയ തോതിലുള്ള സ്വീകാര്യത വർഗീയതയ്ക്ക് വരുന്നില്ലേ? ഇത് നമ്മുടെ നാടിനെ എങ്ങോട്ടാണ് എത്തിക്കുക? ഇടതുപക്ഷ വിരോധത്തിൻ്റെ ഭാഗമായി വർഗീയതയെ ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായാൽ അത് നാട്ടിനുണ്ടാക്കുന്ന ആപത്ത് എത്രത്തോളമായിരിക്കും? ആദരണീയനായ വൈസ് പ്രസിഡന്റ് അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി ഡൽഹിയിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പോയി. അവിടെ ഷൂ അഴിച്ചു വെച്ചാണ് അകത്തേക്ക് കടന്നത്. വലിയ ആദരവോടെയാണ് അകത്തേക്ക് കടന്നത്. ആ ഷൂ അഴിച്ചു വെച്ചുകൊണ്ടാണ് ബൈബിൾ അദ്ദേഹം ഏറ്റുവാങ്ങിയത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴും പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ എന്താണ് കടന്നു പോകുന്നത്? അത് കേൾക്കുമ്പോൾ അവിടെ ഇരുന്ന എനിക്ക് ദീപികയുടെ മുഖപ്രസംഗമാണ് ഓർമ്മ വന്നത്. ദീപികയ്ക്ക് എഴുതേണ്ടി വന്നു, എന്താണ് വടക്കേ ഇന്ത്യയിലെ സ്ഥിതിയെന്ന്, ഏത് തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് എന്നത്. ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് ക്രൈസ്തവ സമൂഹത്തെ ആകെ വേദനിപ്പിക്കുന്ന സ്ഥിതി വരുന്നു. ഇവിടെ അരമനയിൽ കയറിയതുകൊണ്ടോ അവരുടെ മുന്നിൽ കേക്ക് വെച്ച് നീട്ടിയതുകൊണ്ടോ അത് ഇതിനൊന്നും പരിഹാരമല്ല എന്നവർ പലരും തുറന്നു പറയുന്ന സ്ഥിതി വന്നിരിക്കുന്നു. പുതുവത്സര ദിനത്തിൽ ശബരിമല സന്നിധാനത്ത് വൻ തീർത്ഥാടക തിരക്ക്. രാവിലെ പമ്പ മുതൽ സന്നിധാനം വരെ ഏർപ്പെടുത്തിയിരുന്ന കടുത്ത നിയന്ത്രണങ്ങൾ 11 മണിയോടെ പിൻവലിച്ചു. ഇതിനിടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും സന്നിധാനത്തെത്തി കുട്ടികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യങ്ങൾ വിലയിരുത്തും. ശബരിമല സന്നിധാനത്ത് വലിയ തിരക്കായിരുന്നു രാവിലെ അനുഭവപ്പെട്ടിരുന്നത്. പക്ഷേ 11 മണിയോടെ സാഹചര്യങ്ങൾ മാറി, തിരക്ക് നിയന്ത്രണ വിധേയമായി. ഇന്നലെ 90,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തിയിരുന്നു. രാവിലെ ഈ തീർത്ഥാടകരുടെ വരവ് നിയന്ത്രിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. നിലയ്ക്കലും പമ്പയിലുമൊക്കെ കൃത്യമായ ഇടവേളകളിലാണ് തീർത്ഥാടകരെ കയറ്റിവിട്ടത്. പമ്പയ്ക്കും സന്നിധാനത്തിനുമിടയിൽ മണിക്കൂറുകൾ ചെലവഴിക്കേണ്ട സാഹചര്യം, 6-7 മണിക്കൂർ കാത്തു നിൽക്കേണ്ട സാഹചര്യമൊക്കെയായിരുന്നു രാവിലെ. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ മാത്രമേ സന്നിധാനത്തേക്ക് രാവിലെ തീർത്ഥാടകരെ കയറ്റിവിടാനാകൂ എന്ന നിലപാടായിരുന്നു പോലീസ് സ്വീകരിച്ചിരുന്നത്. തുടർന്ന് സന്നിധാനത്ത് തിരക്ക് ഒരല്പം കുറഞ്ഞതിന് ശേഷമാണ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയത്. 11 മണിയോടെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി. പമ്പ മുതൽ സന്നിധാനം വരെ തീർത്ഥാടകർ സുഗമമായി വരാവുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഇന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ സന്നിധാനത്ത് സന്ദർശനം നടത്തിയിരുന്നു. സന്നിധാനത്തെത്തുന്ന കുട്ടികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് അറിയിച്ചു. ഞങ്ങളിപ്പോൾ കമ്മീഷന് കിട്ടിയ ഒരു പരാതി ഉണ്ടായിരുന്നു. അതിൽ കുട്ടികൾ കൂടുതൽ നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരികയും കുട്ടികൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അത് പ്രായോഗികമായിട്ട് എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് നേരിട്ട് മനസ്സിലാക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സന്ദർശനം നടത്തിയിട്ടുള്ളത്. ഇന്നലെ ഞങ്ങൾ പമ്പയിൽ വൈകുന്നേരം എത്തി. അവിടെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഞങ്ങൾ ഇന്നലെ മനസ്സിലാക്കിയിരുന്നു. കുട്ടികൾക്ക് കയ്യിൽ ടാഗ് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് തന്നെ പോലീസ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ എന്തായാലും ഈ ഒരു വലിയ ക്രൗഡ് ഇവിടെ വരുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ മോബിനെ നിയന്ത്രിക്കാൻ വേണ്ടി വരുമ്പോൾ അതിലുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങൾ ഞങ്ങളിപ്പോൾ രാവിലെ 1 മണിക്കൂറോളം ഇപ്പോൾ ADGP ആയിട്ട് സംസാരിച്ചു, ദേവസ്വം അധികൃതരുമായിട്ട് സംസാരിച്ചു. അവർ ഞങ്ങൾക്ക് മറുപടിയും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു മീറ്റിംഗ് കൂടെ ഉന്നത അധികാരികളുമായിട്ട് ഒരു മീറ്റിംഗ് കൂടെ നടത്തിയതിന് ശേഷം
എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കുന്നു. പ്രത്യേക ക്യൂ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് പ്രായോഗികമായി എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളിപ്പോഴും പരിശോധിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതിനിയും കുറച്ചുകൂടെയുള്ള ഡിസ്കഷൻസ് വേണ്ടി വരും. കുട്ടികൾ കുറച്ച് സമയം നിൽക്കേണ്ടി വരുന്നുണ്ട്. അത് പിന്നെ രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധയും കൂടുതൽ ഉണ്ടാവണമല്ലോ. അതോടൊപ്പം പോലീസിൻ്റെ ശ്രദ്ധ ഇപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് ഇന്നിപ്പോൾ ഒരു 5 തവണയെങ്കിലും അനൗൺസ്മെൻറ്റ് കുട്ടികളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് ഇന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെൻറ്റും വരുന്നുണ്ട്. പോലീസും അത് ഓരോ സ്ഥലത്തും പോലീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറെക്കുറെ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടാകുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ കണക്കൂട്ടൽ. 90,000 പേർ നിലവിൽ തന്നെ വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് തക്ക മുന്നൊരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. മകരവിളക്കിനോടനുബന്ധിച്ച് സാധാരണഗതിയിൽ തിരക്ക് കൂടും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നൊരുക്കങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നത്. രാവിലത്തെ തിരക്ക് ഉച്ചയോടെ മാറിയിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിൽ സന്നിധാനത്തെത്തുന്നവർ സന്നിധാനത്തിന് തങ്ങുന്ന സാഹചര്യത്തിൽ രാവിലെ വലിയ തിരക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ നല്ല നിയന്ത്രണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. സന്നിധാനത്തും CB അനുമോദ്, ന്യൂസ് 18. രാജ്യത്ത് ഏറ്റവും അധികം പോസ്റ്റ് കാർഡുകൾ വിറ്റഴിയുന്ന പോസ്റ്റ് ഓഫീസ് ആകും ശബരിമല സന്നിധാനത്തിലെ സ്വാമി അയ്യപ്പന്റെ സ്വന്തം പോസ്റ്റ് ഓഫീസ്. മണ്ഡല മകരവിളക്ക് കാലത്തും വിഷു സമയത്തും മാത്രം പ്രവർത്തിക്കുന്ന ഈ പോസ്റ്റ് ഓഫീസിൽ ദിനംപ്രതി വിറ്റഴിയുന്നത് ആയിരക്കണക്കിന് പോസ്റ്റ് കാർഡുകളാണ്. ഏറ്റവും കൂടുതൽ പോസ്റ്റ് കാർഡുകൾ ചെലവാകുന്ന പോസ്റ്റ് ഓഫീസ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശബരിമല സന്നിധാനത്തെ ശബരിമല 68,307 ഭയങ്കര തിരക്കാണ് ഇവിടെ. പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പോസ്റ്റ് കാർഡില് അയക്കുവാനും ആശംസ അയക്കുവാനൊക്കെ വലിയ തിരക്കാണ് വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ പോസ്റ്റ് കാർഡ് ചെലവാകുന്ന പോസ്റ്റ് ഓഫീസ് ഇവിടുത്തെ കാശുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടല്ലോ. പോസ്റ്റ് കാർഡ് ഉണ്ടാവില്ലേ? തലമുറയ്ക്കൊക്കെ നന്നായിട്ട് അറിയാം. ചുരുങ്ങിയ ചെലവിൽ വിവരം അറിയിക്കാനുള്ള സംവിധാനമായിരുന്നു പോസ്റ്റ് കാർഡ് ഉണ്ടായിരുന്നത്. അത് ഇപ്പോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒട്ടും കണ്ടാലും അറിയണമെന്നില്ല. ഇവിടുത്തെ ശബരിമലയുടെ മാത്രമായിട്ടുള്ള ഈ ഒരു ഫീൽ അത് വേറെ എവിടെയില്ല അല്ലേ? ശബരിമല അയ്യപ്പന് മാത്രമുള്ള ഫീലാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ആശംസ അയക്കാൻ ഈ പോസ്റ്റ് കാർഡിൽ അവർക്ക് നവോത്തരാശംസകൾ അയക്കാം. ഇതിന് 3 രൂപയുടെ നമ്മൾ അയക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പോസ്റ്റ് കാർഡ് ഇവിടെ മാത്രമേ ഉണ്ടാവില്ല. എല്ലാ പോസ്റ്റേജും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ സ്റ്റാമ്പ് എത്ര പോസ്റ്റ് കാർഡ് കിട്ടുന്നല്ലോ? ആവറേജ് 1000 കൊടുക്കുള്ളൂ. 5000 അതിൽ ഫീല് അടിക്കുന്നതാണ് നല്ലതല്ലേ? സ്വന്തമായിട്ടുള്ള 2 പോസ്റ്റേജ് പ്രിന്റ് ചെയ്തു. ഈ പുതുവത്സരാശംസകൾ അയക്കാൻ ഏറ്റവും അതിനൊപ്പം ഏറ്റവും തിരക്കില്ല. എല്ലാരും അവരവരുടെ സങ്കടങ്ങള് എല്ലാം അയ്യപ്പനെ കത്ത് അയക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യപ്പനെ ഈ ബിസിനസിന്റെ കാര്യങ്ങൾ ഒന്ന് കത്ത് അയക്കുന്നത് പല അതെ അവിടെ തീരടിക്കുന്നത് കാണാം. നമുക്ക് തീരടിക്കുന്നത് കാണാം. ഇതൊരു 18 പടിയുടെ ചിത്രം ആലേഖനം ചെയ്ത അതാണ് സീല് അല്ലേ? 18ാം പടി അല്ലേ? അതിന്റെ മുകളില് ക്ഷേത്രമായി ഈ ദീപദേവികൾ മാത്രമല്ലേ ഇവിടെ? ഇതാണ് ശബരിമലയിലെ പോസ്റ്റ് ഓഫീസിന്റെ സീല്. അത്
18-ാം പടിയുടെ ചിഹ്നമുള്ള ശബരിമല എന്ന് എഴുതിയ സീൽ ഇതാണ് ഏറ്റവും വലിയ ആകർഷണം. ഈ ഒരു സീല് വെച്ച കത്തിനായി പോസ്റ്റ് കാർഡിനായിട്ടാണ് ഈ തീർത്ഥാടകരും വിശ്വാസികളൊക്കെ ഇവിടേക്ക് എത്തുന്നത്. അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പോസ്റ്റ് ഓഫീസിലുള്ള ഇതിനെ കാണുന്നത്. അയ്യപ്പനോ നേരിട്ട് കത്തയക്കുക, അതൊക്കെ വലിയ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുള്ളവർക്കൊക്കെയാണ് അതിന്റെ ഒരു ഭക്തിയുടെ കൂടി ഭാഗമാണ് അവർക്ക്. പോസ്റ്റ് ഓഫീസിലെ പുതുവത്സര ആശംസകൾ അറിയിച്ച് നമ്മുടെ തന്നെ ഓഫീസിലേക്ക് അയച്ചേക്കാം. നമുക്കിത് പോസ്റ്റ് ചെയ്യാം. അപ്പോ നമ്മൾ ഈ പുതുവത്സര ആശംസകളുള്ള ഈ കാർഡ് പോസ്റ്റ് ചെയ്യാണ്. 2 ദിവസം ഇപ്പോഴായിരിക്കും, ഒരുപാട് കാലത്തിന് ശേഷം കേട്ടോ പോസ്റ്റ് ചെയ്തു. എന്നാണെങ്കിലും ശബരിമലയിൽ നിന്നുള്ള ഈ പുതുവത്സര ആശംസ ഇത്രയും വേഗം എല്ലാ പ്രിയപ്പെട്ടവരിലേക്ക് എത്തട്ടെ. സന്നിധാനത്ത് CB അനുമോൾ, ന്യൂസ് 18. ന്യൂയോർക്കിന്റെ പുതിയ മേയറായി സൊഹ്റാൻ മംദാനി സത്യപ്രതിജ്ഞ ചെയ്തു. ഖുറാനിൽ കൈവച്ചായിരുന്നു പ്രതിജ്ഞ. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ചരിത്രപ്രസിദ്ധമായ സബ്വേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ചടങ്ങ്. US-ൽ പുതുവർഷം പിറന്ന നിമിഷം തന്നെ പുതുചരിത്രം രചിച്ച് സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യൻ സമയം രാവിലെ 10:30 ചടങ്ങ്. വർഷങ്ങളായി അടഞ്ഞുകിടന്ന ചരിത്രപ്രസിദ്ധമായ സബ്വേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ബന്ധുക്കളും പ്രധാന ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും അടങ്ങുന്ന ചെറിയ സംഘം മാത്രമാണ് പങ്കെടുത്തത്. ഖുറാനിൽ കൈവച്ചായിരുന്നു സത്യപ്രതിജ്ഞ. ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. Zohran Kwame Mamdani. Zohran Kwame Mamdani. Do solemnly swear. Do solemnly swear. That I will support the Constitution of the United States. That I will support the Constitution of the United States. The Constitution of the State of New York. The Constitution of the State of New York. And the Charter of the City of New York. And the Charter of the City of New York. മംദാനി എഴുത്തുകാരനും ചരിത്രകാരനുമായ തന്റെ മുത്തച്ഛൻ ആർത്തുറോ ഷോംബറിന്റെ ഖുറാനാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഉപയോഗിച്ചത്. നഗരത്തിലെ വിശ്വാസങ്ങളുടെയും വംശീയ പശ്ചാത്തലങ്ങളുടെയും വ്യത്യസ്തതയെ അടിവരയിടുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്. 1904 നിർമ്മിച്ച് 1945 ഉപേക്ഷിക്കപ്പെട്ട പഴയ സിറ്റി ഹാൾ സബ്വേ സ്റ്റേഷനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. നഗരത്തിന്റെ പഴയകാല വീര്യത്തെ അടയാളപ്പെടുത്തുകയായിരുന്നു ഇതിന്റെ ഉദ്ദേശം. ഇന്ന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് സിറ്റി ഹാളിന് പുറത്ത് വിപുലമായ സത്യപ്രതിജ്ഞാ ചടങ്ങും സംഘടിപ്പിക്കുന്നുണ്ട്. 40,000-ഓളം പേർ പങ്കെടുക്കുന്ന ചടങ്ങിൽ സൊഹ്റാൻ മംദാനി കുടുംബത്തിന്റെ ഖുറാൻ ഉപയോഗിച്ച് സത്യവാചകം ചൊല്ലും. തുടർന്നാകും ഓഫീസിലെത്തി ഔദ്യോഗികമായി അധികാരമേൽക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗാസയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ഇസ്രായേൽ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ഉൾപ്പെടെ 36-ലധികം സന്നദ്ധ സംഘടനകളെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. പുതിയ രജിസ്ട്രേഷൻ നിയമങ്ങൾ പാലിക്കാത്തതിന്റെ പേരിലാണ് നടപടി. ഹമാസും മറ്റ് ഗ്രൂപ്പുകളും സന്നദ്ധ സംഘടനകൾക്ക് സഹായം നൽകുന്നത് തടയുക എന്നതാണ് പുതിയ നിയമങ്ങളുടെ ലക്ഷ്യമെന്നാണ് വിശദീകരണം. ഗാസയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളിൽ പങ്കാളികളായ പാലസ്തീനികളുടെയും വിദേശ ജീവനക്കാരുടെയും വ്യക്തിഗത വിവരങ്ങൾ കൈമാറണമെന്ന കർശനമായ നിബന്ധനകളാണ് ഉള്ളത്. ഈ വർഷം ഇസ്രായേലിനെതിരെ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്ത സംഘടനകൾക്കെതിരെയാണ് നടപടിയെന്നാണ് പ്രത്യേകത. എന്നാൽ ഇസ്രായേലിന്റെ നിയമങ്ങൾ ഏകപക്ഷീയമാണെന്നും സംഘടനകളുടെ നിരോധനം മാനുഷിക സഹായം ആവശ്യമുള്ള സാധാരണ ജനതയെ ദോഷകരമായി ബാധിക്കുമെന്നും സംഘടനകൾ പ്രതികരിച്ചു. ബംഗ്ലാദേശുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ പുതിയ നയതന്ത്ര നീക്കവുമായി ഇന്ത്യ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ BNP ആക്ടിംഗ് ചെയർപേഴ്സൺ താരിഖ് റഹ്മാനെ കണ്ടു. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ സംസ്കാരത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഇടക്കാല സർക്കാർ പ്രതിനിധികളുമായും ചർച്ച നടത്തി. മുഹമ്മദ് യൂനിസിനെ അവഗണിച്ചുകൊണ്ടായിരുന്നു ഈ നീക്കം. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ബംഗ്ലാദേശിൽ കടുത്ത ഇന്ത്യ വിരുദ്ധതയും ന്യൂനപക്ഷ ആക്രമണങ്ങളും വർദ്ധിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്ന അടിഞ്ഞാട്ടങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാർ ഫലപ്രദമായ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ബംഗ്ലാദേശിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് ആടിയുലഞ്ഞ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുക ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ്. മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇതിനായി ആദ്യ ചരടുവലി
പൊതുപരിപാടികൾ നടത്തിയത്. സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ ജയശങ്കർ ഖാലിദ സിയയുടെ മകനും BNP ആക്ടിംഗ് ചെയർമാനുമായ താരിഖ് റഹ്മാനെ കണ്ടു. ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുശോചന കത്തും കൈമാറി. ജമാഅത്തെ ഇസ്ലാമിയുമായി വർഷങ്ങളായി നിലനിന്നിരുന്ന സഖ്യം ഉപേക്ഷിച്ച് ഹിന്ദു സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് അടുത്തിടെ താരിഖ് സ്വീകരിച്ചത്. BNP തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന താരിഖ് റഹ്മാനുമായുള്ള കൂടിക്കാഴ്ച ഇന്ത്യയെ സംബന്ധിച്ച് ഭാവിയിൽ ഗുണം ചെയ്തേക്കാം. ഇതിനു പുറമെ ഇടക്കാല സർക്കാരിലെ നിയമോപദേഷ്ടാവ് ആസിഫ് നസ്രുള്ളിനെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാനെയും S. ജയശങ്കർ കണ്ടു. മുഹമ്മദ് യൂനുസിനെ അവഗണിച്ചുകൊണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ചകൾ. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗ്ലാദേശിലുണ്ടായേക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ്. ജയശങ്കറിന്റെ ധാക്ക സന്ദർശനം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ പുതിയൊരു അധ്യായം തുറക്കുമെന്ന് ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ളയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തിരുവനന്തപുരത്ത് നടുറോഡിൽ പോലീസുകാരന്റെ പരാക്രമം. ആര്യങ്കോടിന് സമീപം മണ്ണാംകോണത്താണ് പോലീസുകാരൻ മദ്യപിച്ച് റോഡിൽ തടസ്സമുണ്ടാക്കിയതും നഗ്ന പ്രദർശനം നടത്തിയതും. തിരുവനന്തപുരം സിറ്റി എയർ ക്യാമ്പിലെ ASIയും മരുതംകോട് സ്വദേശിയുമായ സുരേഷ് കുമാറാണ് അതിക്രമം നടത്തിയത്. ഡിസംബർ 29-നായിരുന്നു സംഭവം. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ബൈക്ക് യാത്രികരായ അബ്ബാസ്, ഷബാദ് എന്നിവരാണ് മരിച്ചത്. ടൈറ്റാനിയം ഇൻഡസ്ട്രിയൽ ഏരിയ റോഡിൽ പുലർച്ചെയാണ് അപകടം. പാലക്കാട് തൃത്താലയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. CPIM തൃത്താല ഏരിയ കമ്മിറ്റി അംഗം VK മനോജ് കുമാറിനാണ് പരിക്കേറ്റത്. പടിഞ്ഞാറങ്ങാടി ആനക്കര എഞ്ചിനീയർ റോഡിൽ ആയിരുന്നു അപകടം. പൊതുവിപണിയിൽ ഇറച്ചിക്കോഴിയുടെ വില കുതിച്ചുയരുന്നു. ഹൈറേഞ്ചിൽ കോഴിയിറച്ചി വില കിലോയ്ക്ക് 150 രൂപയായി. ക്രിസ്മസ്, പുതുവത്സര സമയങ്ങളിൽ ആവശ്യക്കാർ ഏറിയതോടെ തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ എത്തുന്ന ഇറച്ചിക്കോഴികൾക്ക് വില വർദ്ധിപ്പിച്ചു എന്നാണ് വ്യാപാരികൾ പറയുന്നത്. 100 രൂപയിൽ താഴെ നിന്നിരുന്ന ഇറച്ചിക്കോഴിയുടെ വില ഇപ്പോൾ കുതിച്ചുയർന്ന 150-ലെത്തി. കഴിഞ്ഞ 2 ആഴ്ചക്കിടെയാണ് ഈ കുതിപ്പ്. ക്രിസ്മസ്, പുതുവത്സരാഘോഷങ്ങളാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. വില ഇനിയും ഉയരാനാണ് സാധ്യതയെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. 3 മാസം മുൻപ് സമാനമായ രീതിയിൽ ഇറച്ചിക്കോഴി വില വർദ്ധിച്ചെങ്കിലും 2 ആഴ്ചയ്ക്ക് ശേഷം കുറഞ്ഞിരുന്നു. അടിക്കടിയുള്ള വിലവർദ്ധനവ് ഹോട്ടലുകൾക്കും കാറ്ററിംഗ് മേഖലയ്ക്കുമെല്ലാം തിരിച്ചടിയാണ്. കേരളത്തിൽ തന്നെ നിരവധി ഇറച്ചിക്കോഴി വിപണന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തീറ്റയുടെ വിലവർദ്ധനയും പരിപാലന ചെലവും വർദ്ധിച്ചതോടെ പലതും അടച്ചുപൂട്ടി. ഇതോടെ ഹൈറേഞ്ചിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഇറച്ചിക്കോഴിക്ക് അവർ നിശ്ചയിക്കുന്ന വില നൽകേണ്ട സ്ഥിതിയാണ്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പുലിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ. വാഗച്ചുവട് ഭാഗത്താണ് പുലിയെ കണ്ടതായി പറയുന്നത്. കരിമണൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തിയെങ്കിലും പ്രദേശത്തെത്തിയത് പുലിയാണെന്ന് സ്ഥിരീകരിക്കാനായില്ല. കഞ്ഞിക്കുഴി ടൗണിൽ നിന്നും 2 കിലോമീറ്റർ ദൂരെ വാഗച്ചുവട് ഭാഗത്താണ് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. ടൗണിലെ ഓട്ടോ ഡ്രൈവറാണ് ഒരാഴ്ച മുൻപ് ഈ പ്രദേശത്ത് പുലിയെ കണ്ടത്. എന്നാൽ അന്ന് ആരും അതത്ര കാര്യമാക്കിയിരുന്നില്ല. ഇതിനിടെ പല വീടുകളിൽ നിന്നും വളർത്തുനായ്ക്കളെ കാണാതായത് ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ പുലി ഓടിപ്പോകുന്നത് കണ്ടതായി മറ്റൊരാൾ കൂടി വെളിപ്പെടുത്തി. അവിടെ നിൽക്കുമ്പോൾ ഞാനാണ്ട് അവിടെ ഇരിക്കുക. ഒറ്റ ചാടം ചാടിയിട്ട് റോഡിലെ റോഡിൽ ചാടിയിട്ട് അവിടുന്ന് ആ സൈഡിൽ അങ്ങനെ തന്നെ അങ്ങ് പോയി. തോമസ് കാര്യം അവിടെ നിൽപ്പുണ്ട്. പക്ഷേ തോമസ് കണ്ടില്ല. ഞാനിവിടെ ഒച്ചയുണ്ടാക്കുന്ന കേട്ടോണ്ട് തോമസ് എന്നെ ശ്രദ്ധിക്കും. ഒത്തിരി വലിപ്പമൊന്നുമില്ല, എങ്കിലും ഒരു മുഴുപ്പ് പറഞ്ഞാൽ ഇത്രയും മുഴുപ്പ് വേണം. നീളം വാലൊക്കെ ഇങ്ങനെ നിൽക്കുക. ഇതിനിടെ ഈ പ്രദേശത്ത് മുള്ളൻ പന്നിയെ കൊന്നു ഭക്ഷിച്ചതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കരിമണൽ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെന്ന് സ്ഥിരീകരിക്കാനായില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് പറഞ്ഞു. ഞങ്ങൾ ആകപ്പാടെ ഭയങ്കര ഭീതിയിലാണ്. ഇവിടെ പുലി ഇറങ്ങി കുറേ പേരൊക്കെ കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തു. ഇതിൻ്റെ കാലും മുള്ളും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റേഞ്ച് ഓഫീസറെ വിളിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യുന്നതായിരിക്കും. ന്യൂസ് 18 ഇടുക്കി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,380, പവന് 99,040. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,275, പവന് 82,200.
വെള്ളി ഗ്രാമിന് 243, കിലോയ്ക്ക് 24,300. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവ് കാണാം.